ഹലോ ഗൈസ്, ഈ വരുന്ന മെയ് മാസം നമ്മുടെ മലയാളത്തിൽ കുറെ നല്ല സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. നിങ്ങൾ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് സിനിമകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെയ് 1 തന്നെ നമ്മുടെ പാട്രിയോട്ട് റിലീസാണ്. അതായത് നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ നമ്മുടെ ചാക്കോച്ചൻ, ഫഹദ്, പിന്നെ സുഷിൻ മ്യൂസിക് ചെയ്യുന്ന, പിന്നെ മഹേഷ് നാരായണൻ ഡയറക്ടർ ആയിട്ടുള്ള പടം. അതായത് എനിക്ക് മാലിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. മാലിക്, ടേക്ക് ഓഫ്, അങ്ങനെയുള്ള 1-2 സിനിമകൾ മാത്രം മതി ആരാണ് മഹേഷ് നാരായണൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന ഒരു കിടില സിനിമയായിരിക്കും എന്നാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. മാത്രമല്ല ഇത്രയും നല്ലൊരു കാസ്റ്റ് നമ്മുടെ നയൻതാരയുണ്ട്, പിന്നെ രേവതി മേഡുണ്ട്. അങ്ങനെ കുറച്ചധികം നല്ല കാസ്റ്റുള്ള, നല്ല എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയാണ് മെയ് 1 ഉള്ള നമ്മുടെ പാട്രിയോട്ട് എന്നുള്ളത്. ഇത് രണ്ടാമത്തെ സിനിമ നമ്മുടെ ഷൈനികത്തിന്റെ ദൃഢമാണ്. അതിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം വർക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നോർമൽ കൂൾ മൂഡിൽ പോകുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, അവിടുന്ന് പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ക്രൈം പരിപാടിയിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുന്നതാണ്. അത് കണ്ടിട്ട് അത്യാവശ്യം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു സിനിമയാവാനാണ് സാധ്യത. ഗൈസ്, മൂന്നാമത്തെ സിനിമ അതിരടിയാണ്. അതിന്റെ റിലീസ് ഡേറ്റ് ഓൾമോസ്റ്റ് മെയ് 14. ഇനി ഡേറ്റിൽ ചെറിയ വേരിയേഷൻ വരുമോ അറിയില്ല. അതിൽ നമ്മുടെ ബേസിലെ ടോവിനോ, പിന്നെ അതേപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, ദർശനയൊക്കെയാണ് പെർഫോം ചെയ്തേക്കുന്നത്. നമ്മുടെ മിന്നൽ മുരളിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇതിന്റെ ഡയറക്ടർ. എന്റെ അറിവ് പ്രകാരം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അതിനും കുറച്ചധികം എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിന്റെ ഒരു ഗ്ലിംസ് ഒക്കെ കണ്ടപ്പോൾ അത് എനിക്ക് അത്യാവശ്യം നല്ല വെർത്തായിട്ട്, ലൈക്ക് എന്തായിരിക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. സോ അതും റിലീസ് ഉണ്ടെങ്കിൽ മേ ബി നല്ല പടം ആവാനാണ് സാധ്യത. ഗൈസ്, നാലാമത്തെ സിനിമ മോളിവുഡ് ടൈംസ് ആണ്. നമ്മുടെ നസ്ലിൻ, ഷറഫുദ്ദീൻ, പിന്നെ അതേപോലെ സംഗീത് പ്രതാപിന്റെ ഒക്കെ സിനിമ. പക്ഷെ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള കാര്യം, അതിന്റെ ഡയറക്ടറിന്റെ പേരാണ് അഭിനവ് സുന്ദർ നായകാണ് എന്റെ ഡയറക്ടർ. നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ആള്. സോ അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ മേ ബി ഇതും കിടില ഒരു സിനിമ ആവാനാണ് സാധ്യത. പിന്നെ അഞ്ചാമത്തെ സിനിമ അത് നമ്മുടെ കാട്ടാളനാണ്. അത് ഏറെ കാത്തിരിക്കുന്ന സിനിമയാണ് നമ്മുടെ പെപ്പയുടെ സിനിമ. അതേപോലെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖിക്ക, ഹനാൻ ഷാ, പിന്നെ കബീർ സിംഗ്, സുനിൽ തുടങ്ങിയ നല്ലൊരു കാസ്റ്റുള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമയ്ക്ക് കാത്തിരിക്കാനുള്ള കാര്യം, ഒന്ന് പെപ്പെ, ആൻഡ് സെക്കൻഡ് വൺ ഷെരീഫ് മുഹമ്മദാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കോ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ബാക്കപ്പ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഓവർ എല്ലായിടത്തും റിലീസ് ഉള്ള നല്ലൊരു സിനിമയായിരിക്കാനാണ് സാധ്യത. കാര്യം അതിന്റെ 1-2 ഗ്ലിംസും ആ സീൻസും ഒക്കെ കണ്ടിട്ട് തന്നെ അത് ഭയങ്കര ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര വെർത്ത് ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അതിനുവേണ്ടിയും ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇതെല്ലാം പോലെ തന്നെ മലയാളികളെല്ലാം ഒന്നടങ്കം കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് നമ്മുടെ ദൃശ്യം 3. അത് മെയ് 21 നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന് റിലീസാണ്. അതിനെപ്പറ്റി ഞാൻ അധികമായിട്ട് ഒന്നും തന്നെ പറയണില്ല. എല്ലാവരെയും പോലെ ഞാനും അത് കാണാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞെന്ന് വരുന്നല്ല, അടുത്ത മാസം റിലീസ് ആവുന്ന സിനിമകളെ പറ്റി ജസ്റ്റ് ബുക്ക് മൈ ഷോയിലും ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന മലയാളത്തിലെ സിനിമകൾ മാത്രമേ എടുത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് കൂടാണ്ട് വേറെയും കുറെ സിനിമകൾ വരുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സിനിമയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പം ഓക്കെ, ബൈ. വിമതനാണ് നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്.